നമസ്കാരം. വാർത്താ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് സുപരിചിതരായ രണ്ട് വ്യക്തികളെക്കുറിച്ച് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കാം. ആദ്യത്തെ വ്യക്തിയുടെ പേര് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാണ്. പത്തനംതിട്ട അടൂർ സ്വദേശിനിയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ വിചാരണ ആരംഭിക്കുന്നതുവരെ നമുക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പത്തനംതിട്ടയിൽ ഒരു പ്രാദേശിക CPI വനിതാ നേതാവായിരുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ LDF പ്രതിനിധിയുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് റിപ്പോർട്ടർ ചാനലിൽ നിന്നും ഒരു കോൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരകളെ തേടി നടക്കുന്ന ചാനലുകളെക്കുറിച്ച് ശ്രീനാദേവി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെയാണ് പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് ശ്രീനാദേവിയുടെ പേര് കേരളം കേൾക്കുന്നത്. ആ വിവാദം ശക്തമായി. പത്തനംതിട്ടയിലെ ഉന്നതനായ ഒരു CPI നേതാവിൻ്റെ കൊള്ളരുതായ്മകൾ തുറന്നു പറഞ്ഞുകൊണ്ട് ശ്രീനാദേവി CPI വിട്ടു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPIയുടെ കോട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. എന്നാൽ അന്നു മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആള് എന്ന നിലയിൽ ശ്രീനാദേവിയെ രാഹുൽ വിരുദ്ധർ ചാപ്പകുത്തുകയും വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം UDF സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കാൻ വിളിച്ചത് ശ്രീനാദേവിയായിരുന്നു. ശ്രീനാദേവി പോരാട്ടം തുടരുകയാണ്. രണ്ടാമത്തേത് രാജൻ ജോസഫ്. ഇദ്ദേഹം ഒരു യൂട്യൂബറാണ്. ഏതെങ്കിലും ഒരു പരമ്പരാഗത വ്യവസ്ഥാപിത മാധ്യമ സ്ഥാപനങ്ങളിൽ എപ്പോഴെങ്കിലും പണിയെടുത്തതായി അറിയില്ല. പഴയ SFIക്കാരനാണ്. താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കേരളത്തിൽ അതിശക്തമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ യൂട്യൂബർമാർ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് രാജൻ ജോസഫ്. നമ്മുടെ രാഷ്ട്രീയ യൂട്യൂബർമാരിൽ മിക്കവരും തന്നെ അഴിമതിക്കാരാണ് എന്നതാണ് വാസ്തവം. അവർ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും നടത്തുന്നതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ രാജൻ ജോസഫിനെ കുറിച്ച് അത്തരമൊരാരോപണം ഇതുവരെ ആരും ഉന്നയിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ രാജൻ ജോസഫിന് വലിയൊരു കുഴപ്പമുണ്ട്: നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത. താൻ പറയുന്നത് സ്വീകരിക്കപ്പെടുകയും അനേകം പേർ രാജൻ ജോസഫിനെ തിരിച്ചറിയുകയും ചെയ്തതോടെ പറയേണ്ടതെന്ത് പറയരുതാത്തതെന്ത് എന്ന് തിരിച്ചറിയാതെ രാജൻ ജോസഫ് അതിർത്തി കടന്ന് പലതും പറയാൻ തുടങ്ങി. ഇത് രാജൻ ജോസഫിൻ്റെ മാത്രം കുഴപ്പമല്ല. സൂരജ് പാലാക്കാരനും ക്രൈം നന്ദകുമാറും ഒക്കെ അങ്ങനെയാണ്. IT നിയമത്തെക്കുറിച്ചുള്ള ആധുനിക നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത മൂലം അവർ പറയേണ്ടതിനപ്പുറത്തേക്ക് കടന്ന് പറയാൻ തുടങ്ങി. ഭാരതീയ ന്യായ സംഹിതയിലെയും IT ആക്ടിലെയും ഒക്കെ നിബന്ധനകളെക്കുറിച്ച് തിരിച്ചറിയാതെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നു എന്നത് മാത്രമാണ് രാജൻ ജോസഫിനെ കുറിച്ചുള്ള എൻ്റെ പരാതി. ഞാൻ ഇക്കാര്യം രാജൻ ജോസഫിൻ്റെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ആദ്യം ഇടപെടൽ നടത്തിയതും രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ പെൺവേട്ടക്കാരനാണ്, ഗർഭം കലക്കിയാണ് എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചതും രാജൻ ജോസഫായിരുന്നു. രാജൻ ജോസഫ് എന്ന് വെളിപ്പെടുത്തിയത് വെച്ച് പരിശോധിക്കുമ്പോൾ ചിലരുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ചിലരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി രാജൻ ജോസഫ് ഒരു മുഖമായി രംഗത്ത് വന്നതാണ് എന്ന് വ്യക്തമായിരുന്നു. പിന്നീടാണ് CPM ഏറ്റെടുക്കുന്നതും പോലീസ് ഏറ്റെടുക്കുന്നതും കേസാവുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ CPM സർക്കിളിൽ ഒരു ഹീറോയായി രാജൻ ജോസഫ് മാറുന്നു. വാസ്തവത്തിൽ അതിനു മുൻപ് CPM നേതാക്കൾക്കെതിരെയും ഇത്തരത്തിൽ വൈകൃതം കലർന്ന പല ആരോപണങ്ങളും രാജൻ ജോസഫ് ഉന്നയിച്ചിട്ടുണ്ട്. എളമരം കരീമും മുഹമ്മദ് റിയാസും ലൈംഗിക പങ്കാളികളാണ് തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു അത്. രാഹുൽ മാങ്കൂട്ടം വേട്ടയിൽ CPM പിന്തുണയോടെ രാജൻ ജോസഫ് രംഗത്തിറങ്ങിയതോടെ ഇടത് സർക്കിളുകളിൽ രാജൻ സ്വീകാര്യനായി. അതിനനുസരിച്ച് രാജൻ ശ്രീനാദേവിയെ പോലുള്ളവർക്കെതിരെ അതിര് കടന്ന് ആക്രമണവും നടത്തി. രാജൻ്റെ പല പ്രസ്താവനകളും നിയമവിരുദ്ധമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആ രാജനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതേക്കുറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ ആദ്യം ഇങ്ങനെ എഴുതി: അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സാമൂഹിക മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം നേടി അതേ വായ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരുന്ന യൂട്യൂബ് മാലിന്യം രാജൻ അറസ്റ്റിലായി. എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന രാജനെ അടൂർ പോലീസ് ഇന്നലെ വൈകുന്നേരം എറണാകുളത്തു നിന്ന് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യം ഉള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൻ നിലത്തിരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, ഞാൻ തിരികെ പോരുന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്നുറങ്ങി എന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്നുറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവുണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജൻ്റെ സുഖകരമായ അക്കമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുന്നതായിരിക്കും. ഉറപ്പിക്കുകയും ചെയ്തു. ഇതായിരുന്നു ശ്രീനാദേവിയുടെ കുറിക്കുകൊള്ളുന്ന ഡയലോഗ്.
പിന്നീട് ശ്രീനാദേവി ഇന്നലെ മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചു. രാജൻ ജോസഫുമായി പോലീസ് പോകുന്നതും വരുന്നതുമായ ചിത്രങ്ങൾ വെച്ച് പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അടൂരിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യൂട്യൂബർ രാജൻ. വെല്ലുവിളികളുമായി ഒറ്റമുറി മൊബൈൽ ലോകത്തു നിന്നും റിയാലിറ്റിയുടെ സ്പന്ദനങ്ങൾ പേറുന്ന അടൂർ പോലീസിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നു. അടൂരിന്റെ മണ്ണിൽ രാജന് ഊഷ്മളമായ സൽക്കാരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. യൂട്യൂബർ രാജന് ഇനിയും വരില്ലേ അടൂരിലേക്ക്? കൃത്യമായ പകയോടെ രാജൻ ജോസഫിനെ കൊളുത്തിയതിന്റെ ആവേശം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകളിലുണ്ടായിരുന്നു. തീക്കുറ്റി എന്നു പേരുള്ള ഇടതു പ്രൊഫൈൽ രാജന് വേണ്ടി നിലവിളിയോടെ രംഗത്തെത്തി. ഇത് രാജൻ ജോസഫ് ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലടക്കം ആനുകാലിക രാഷ്ട്രീയം പറഞ്ഞു വരാറുള്ള കക്ഷിയാണ്. അതിനിശ്ചിതമായി ഇടതുപക്ഷത്തെയും UDF വിമർശിച്ചു പോന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃത കേസുകളിൽ അകപ്പെട്ടതോടെ ഇദ്ദേഹത്തിൻ്റെ ആക്രമണം പ്രധാനമായും രാഹുലിനെതിരെയും ഗാങ് ലീഡറായ ഷാഫി പറമ്പലിനെതിരെയും തിരിഞ്ഞു. ഷാഫിയുടെ ചില നിഗൂഢ സംഗതികളുടെ സൂചനകൾ പുള്ളി നൽകുകയും അത് നിഷേധിച്ചുകൊണ്ട് കേസ് കൊടുക്കാൻ ഇങ്ങേര് ഷാഫിയെ ചലഞ്ച് ചെയ്യുകയും എന്നാൽ അതിനുശേഷം ഷാഫി വിഷയത്തിൽ നിന്ന് പിന്നോക്കം പോയതും മറ്റുമൊക്കെ വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. എന്തായാലും ഷാഫി ഉൾപ്പെടുന്ന കോൺഗ്രസിനുള്ളിലെ ഈ ഗാങ്ങിനെതിരെ എന്തൊക്കെയോ ചില പിടിവലികൾ ഇയാളുടെ കൈവശമുണ്ടെന്നും പക്ഷെ പരസ്പര ധാരണ പ്രകാരമോ മറ്റോ അതങ്ങനെ പെട്ടെന്ന് ഇയാൾ തുറന്നു പറയില്ലെന്നും ആ സംസാരത്തിൽ നിന്ന് തോന്നിയിരുന്നു. പുള്ളി ഇത്രയേറെ പ്രകോപനപരമായ സൂചനകൾ നൽകിയിട്ടും ഷാഫി ഭയങ്കര നിശബ്ദതയായിരുന്നു. എന്തായാലും ഇപ്പോൾ നല്ല 8ന്റെ പണി രാജൻ ജോസഫിന് കിട്ടിയിട്ടുണ്ട്. പിന്നിൽ രാഹുൽ മാങ്കൂട്ടം തന്നെയെന്ന് സംശയിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തും ഈയിടെ കോൺഗ്രസിൽ ചേർന്ന് ഭാവി ശോഭനമാക്കുകയും ചെയ്ത ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ രാജൻ ജോസഫ് സാമൂഹ്യ മാധ്യമങ്ങളോട് അപകീർത്തിപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചാർത്തി കേസ് ചാർജ് ചെയ്യുകയും ഒടുവിൽ പോവുകയുമായിരുന്നു. ഒടുവിൽ ഇന്നലെ രാത്രിയാണെന്ന് തോന്നുന്നു കാടടച്ച് തിരഞ്ഞ് കേരള പോലീസ് ഇയാളെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരൊറ്റ പരാതിയിൽ നല്ല പാടുപെട്ട് ഇയാളെ കേരള പോലീസ് തൂക്കി. കഴിഞ്ഞ 10 കൊല്ലം ഓർമ്മയുണ്ടോ? ആർക്ക് വേണമെങ്കിലും ഏത് ഇടത് നേതാവിനെ വേണമെങ്കിലും വായിൽ തോന്നിയത് പറയാമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ തെറിയടക്കം ചേർത്ത് നിരവധി വ്യാജകഥകളുടെ അകമ്പടിയോടെ ഓൺലൈൻ പോർട്ടൽ ന്യൂസ് അവതരിപ്പിച്ച മഹാന്മാർ ഇവിടെയുണ്ട്. എന്നിട്ടും കാര്യമായ നടപടിയെടുക്കാൻ ശുഷ്കാന്തി അന്നത്തെ ടീമിന് കഴിഞ്ഞിരുന്നില്ല. 1-2 കേസിൽ പ്രഹസനം പോലെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതല്ലാതെ. എന്നാൽ ഇപ്പോൾ നോക്ക്, ട്രോൾ പേരിട്ട് കളിയാക്കി ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ തന്നെ വീട്ടിൽ പോലീസ് വരും. ഇത്തരത്തിൽ പിണറായിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് രാജൻ ജോസഫിൻ്റെ അറസ്റ്റിനെ ജനാധിപത്യത്തിന് ഭീഷണിയായി അവതരിപ്പിക്കുകയാണ് ഇടത് സൈബർ ഇടങ്ങൾ. ഈ പോസ്റ്റിനടിയിൽ വന്നിരിക്കുന്ന കമൻറ്റും അതിൻ്റെ വിശദീകരണവും നൽകേണ്ടതുണ്ട്. അതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ശ്രീനാദേവിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ ശ്രീനാദേവി ഇങ്ങനെ പറഞ്ഞു. നമസ്കാരം ശ്രീന. ശ്രീനയുടെ പരാതിയിൽ രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടായിരുന്നു. ശ്രീനയുടെ പരാതിയിൽ തന്നെയാണല്ലോ മറ്റേ ഒരു ആദർശ് മുക്കടയുടെ പരാതിയിലാണ്. ഇതിലേതിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? അറസ്റ്റ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ നൽകിയ പരാതിയിലാണ്. ആദർശ് മുക്കട നൽകിയ പരാതിയിൽ ഈ പറയപ്പെടുന്ന യൂട്യൂബർ മുൻകൂർ ജാമ്യം എടുത്തിരുന്നതായിട്ടാണ് അറിവ്. കഴിഞ്ഞ കുറച്ച് 21 ദിവസങ്ങളിലായിട്ട് ഇയാൾ ഒളിവിലായിരുന്നു. എന്റെ പരാതി നൽകിയതിനു ശേഷം ഇയാളെ പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത വിധം അയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം അയാൾ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വന്ന ദിവസം വൈകുന്നേരമാണ് അടൂർ പോലീസ് എറണാകുളത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഈ ജാമ്യമില്ലാ വകുപ്പായിരുന്നില്ല എന്നിട്ട് അയാൾ പക്ഷെ ജാമ്യം ഇന്നലെ തന്നെ കൊടുത്തെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഓക്കെ. ഈ വളരെ എന്താണ് ഇയാളെ പൊളിറ്റിക്കൽ പ്രതികരണം നടത്തിയതിന്റെ പേരിലല്ല, ശ്രീനിയെ കുറിച്ച് വളരെ അശ്ലീലം നിലർന്ന പലതും പറഞ്ഞു, അതല്ലേ? അങ്ങനെയല്ലേ സംഭവം? അതെ. കഴിഞ്ഞ ഒരു 8-10 മാസത്തിനിടയ്ക്ക് അയാൾ ഏതാണ്ട് 25 വീഡിയോസ് ആണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ 25 വീഡിയോകളിൽ അങ്ങേയറ്റം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളോടുകൂടി വ്യക്തമായ പദപ്രയോഗങ്ങൾ, സൂചനകളോ ദ്വയാർത്ഥങ്ങളോ ഒന്നുമല്ല, വളരെ വ്യക്തമായിട്ട് തരത്തിലുള്ള വാക്കുകൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടും എന്റെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടും എന്റെ പൂർണ്ണമായ പേര് ഉപയോഗിച്ചുകൊണ്ടും പേരിനെ അശ്ലീലമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടും എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരെ എന്നെ കുറിച്ചുള്ള വലിയ അപമാനകരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടും അയാളുടെ വികലമായ മനസ്സിന്റെ മനോധർമ്മം അനുസരിച്ച് എന്താണോ അയാൾക്ക് എഴുതാൻ തോന്നുന്നത് അതെല്ലാം തന്നെ എന്നെ കുറിച്ച് അയാൾ എഴുതി പഠിപ്പിച്ചു. അതിനെ തുടർന്ന് ഞാൻ നിരവധി പരാതി നൽകിയിരുന്നു. ഏറ്റവും അവസാനം അയാൾ കേരളത്തിലെ സരിത എസ് നായരെയും സ്വപ്ന സുരേഷിനെയും എന്നെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വീഡിയോയും ഒരു ലോക്കൽ യൂട്യൂബ് ചാനലുണ്ട്. ഒരു സിബി ആൻഡ് രാജൻ, ഈ 2 പേരാണ് അത് നടത്തുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഇരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു അപമാനകരമായിട്ട് ഉള്ള ചിത്രീകരണങ്ങൾ, ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഡെഫിനിഷൻസ്, എന്റെ വ്യക്തിത്വത്തെയും എന്റെ സ്ത്രീത്വത്തെയും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക്
തേജോവധം ചെയ്യുക, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നതിന്റെ എല്ലാ ഡെഫിനേഷൻസും ബ്രോഡ് ആൻഡ് നാരോ പെർസ്പെക്ടീവ്സിൽ എടുത്താൽ പോലും എല്ലാ ഡെഫിനേഷൻസും കവർ ചെയ്യുന്ന രീതിയിലാണ് ഇവർ രണ്ടുപേരും കൂടി കാലങ്ങളായിട്ട് ഏതാണ്ട് 25ഓളം വീഡിയോസാണ് എനിക്കെതിരെ ചെയ്തിട്ടുള്ളത്. ഈ ഇതിനു മുമ്പത്തെ സർക്കാരിന്റെ കാലത്ത് പരാതിപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും പരാതി നൽകിയിരുന്നു. നടപടിയെടുത്തില്ല അവരൊന്നും, അല്ലേ? നടപടിയെടുത്തില്ല. ഒരു കേസിൽ എഫ്ഐആർ ഇടുന്ന ഘട്ടം വന്നപ്പോൾ ഇയാളെ മുൻകൂർ ജാമ്യം എടുത്തു. അതും വളരെ മൈനർ ആയിട്ടുള്ള ബെയിലബിൾ സെക്ഷൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇന്നലെ അവിടെ പോയി കണ്ടു എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്. ജയിലിൽ പോയി കണ്ടായിരുന്നു അന്ന് തന്നെ. അതെ, കണ്ടിരുന്നു. അയാൾ അതിനെക്കുറിച്ച് വലിയ വിശേഷമാണ്. തൽക്കാലം തന്റെ അയാളൊരു വിശേഷണം എവിടെ കൊടുത്തിരിക്കുന്നത്, തൽക്കാലം ശ്രീനയുടെ സുഖം എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. എന്താണ് സംഭവിച്ചത് അവിടെ അന്ന്? അതിനെ തുടർന്ന് ഈ പറഞ്ഞ പ്രയോഗങ്ങളൊക്കെ അയാളുടെ ഏറ്റവും താണ നിലവാരത്തിൽ നമ്മൾ പറയാറുണ്ട് 4th പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങളെന്ന്. 2016 മുതൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് യൂട്യൂബ് ചാനൽസ് പോപ്പപ്പ് ചെയ്തു തുടങ്ങിയ ഒരു വർഷമാണ് 2017-18 എന്നൊക്കെ പറയുന്നത്. അപ്പോ യൂട്യൂബിൽ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജീവിക്കാമെന്ന് ചിന്തിച്ച് വെറുതെ ഒരു യാതൊരു ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലല്ലാതെ യാതൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്താതെ യാതൊരു പ്രൊഫഷനോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് നിലവാരമില്ലാത്ത യൂട്യൂബ് ചാനലുകൾ മുളച്ചു പൊന്താറുണ്ട്. അങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്ന കുറച്ച് വരുമാന മാർഗത്തിനായിട്ടും ജീവിക്കാൻ വേണ്ടിയും ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ചാനലായിട്ട് ഞാൻ ആ ചാനലിനെ വിലയിരുത്തുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ അത് സിനിമകളിൽ എന്തൊക്കെയുമോ പരാതി നൽകിയിട്ടുണ്ട്. വേറെയും കേസുകൾ ഉണ്ടെന്ന് തോന്നുന്നു അയാൾക്കെതിരെ, അല്ലേ? മറ്റു പല കേസുകളും. അപ്പൊ ഞാൻ അവിടെ പോയി ജയിലിൽ അയാളെ കണ്ടിരുന്നു. അയാൾ ഈ പറയുന്ന വീരവാദം ഒരു ഒറ്റമുറിക്കകത്തിരുന്നോണ്ട് ഒരു മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് കാണിക്കുന്ന വീരവാദം ഒന്നും അവിടെ കണ്ടില്ല. അവിടെ വളരെ നിശബ്ദനായിട്ടും വളരെ സൈലന്റ് ആയിട്ടും വളരെ ബഹുമാനത്തോടും വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്നെ പേര് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായി അഭിസംബോധന ചെയ്യുവാനും ഒക്കെ അയാൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ലിങ്ക് ഇപ്പൊ എനിക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നു. അതിൽ അയാൾ വലിയ രീതിയിൽ നിന്നെ എന്നൊക്കെ എന്നെ അഭിസംബോധന ചെയ്തു എന്ന് പറയുന്നു. അതുകൊണ്ട് യൂട്യൂബർ രാജനോടാണ് എന്റെ മുഖത്ത് നോക്കി എന്നെ അത്തരത്തിലൊരു അഭിസംബോധന ചെയ്താൽ കിട്ടാൻ പോകുന്ന മറുപടി ഒരിക്കലും നിയമപരമായിട്ടില്ല. അതിന് അർഹിക്കുന്ന രീതിയിൽ തന്നെ മറുപടി അയാൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹം കോൺഗ്രസുകാരെ കുറിച്ച് മാത്രമല്ല, ഇപ്പൊ ഉദാഹരണത്തിന് എളമരം കരീമിനെ കുറിച്ചും പി ദിവ്യയെ കുറിച്ചും ഒക്കെ മോശം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും CPM ഇയാളെ കൊണ്ട് നടക്കുന്നു തോന്നല്ലേ? ശ്രീനെ അത് ശ്രദ്ധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും അത് ഇന്നലെ കൂടി അത് നമുക്ക് ബോധ്യപ്പെട്ട വിഷയമാണ്. ശ്രീമതി പി ദിവ്യയെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അവരെ അങ്ങേയറ്റം അപമാനിക്കുന്നതാണ്. അവർ അതിനെ തുടർന്ന് പോലീസിൽ കേസ് കൊടുത്തിട്ടുമുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോവുകയുമാണ്. അപ്പോ അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ എളമരം കരീം ഇവരെ തമ്മിൽ ഏറ്റവും ഹീനമായിട്ടുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMന്റെ അടൂർ ടൗണിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ അടൂർ ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഇന്നലെ രാജന് വേണ്ടി അടൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. CPMന്റെ പാർട്ടി വക്കീല് ഹാജരായി എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CPMന്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗവും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ CPMന്റെ സംസ്ഥാന നേതൃത്വം മുതൽ പ്രാദേശിക നേതൃത്വം വരെ പി ദിവ്യയെക്കുറിച്ചും മുഹമ്മദ് റിയാസിനെ കുറിച്ചും എളമരം കരീമിനെ കുറിച്ചും പറഞ്ഞത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് അവരുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ എന്നുള്ളത് വ്യക്തമായി പറയേണ്ടതാണ്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ചോ ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ചോ അപമാനകരമായി അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമാണോ ഈ കഴിഞ്ഞ കാലയളവുകളിൽ രാജനെയും സിബിയെയും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് അംഗീകരിക്കുവാൻ CPMന്റെ സംസ്ഥാന നേതൃത്വവും പ്രാദേശിക നേതൃത്വങ്ങളും സൈബർ സഖാക്കളും തയ്യാറായതെന്നുള്ളത് വ്യക്തമാക്കണം. താങ്ക് യു ശ്രീന. ഓക്കെ. രാജൻ ജോസഫിന് 2 നമ്പറുകളാണ് എനിക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ ഒന്നിൽ വിളിക്കുമ്പോൾ അത് കിട്ടുന്നില്ല, രണ്ടാമത്തേത് വിളിക്കുമ്പോൾ റിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും എടുക്കുന്നില്ല. അതുകൊണ്ട് രാജൻ ജോസഫിന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തതയില്ല. എന്നാൽ രാജൻ ജോസഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വിശദീകരണം നൽകി അതിൽ പോലീസ് സ്റ്റേഷൻ സംഭവിച്ചത് എന്ത് എന്ന് വ്യക്തമായി പറയുന്ന ഭാഗം കേൾക്കുക. അപ്പം സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് എത്തലും എവിടെ നിന്നൊക്കെയോ ഒരു 10-30 പേര് കാറിന് ചുറ്റും ജീപ്പിൻ്റെ ചുറ്റും വലറാണ് അതിൽ ചുറ്റുകൊണ്ട് വളയുകയും ആ വണ്ടിയിൽ അടിക്കുകയും ഡോർ തുറക്കാൻ ശ്രമിക്കുകയോ കൂടെ ചെയ്തു. സ്റ്റേഷനിലെ സമയത്ത് ഫോഴ്സ് കുറവാണ്. രാത്രി പോലീസുകാരെന്ത് ചെയ്തു, പെട്ടെന്ന് ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവർ പുറത്തോട്ടങ്ങ് ചാടി ഇറങ്ങി ഇവരെ തള്ളി മാറ്റുകയാണ്. തള്ളി മാറ്റുന്ന സമയത്ത് ഇവർ വീണ്ടും ഡോർ തുറക്കാൻ നോക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഡോർ ഞാൻ ഇങ്ങനെ പിടിച്ചു, റൈറ്റ് സൈഡിലെ ഡോർ തുറന്നിട്ട് ഫെരി എന്നെ എനിക്ക് ഇവരെയൊന്നും അറിയത്തില്ലല്ലോ, അങ്ങനെ കുറച്ച് പേര് അവിടെ അതിലെ കൂടെ അടിക്കാൻ നോക്കുന്നു, ഇപ്പുറത്തൂടെ തുറക്കാൻ നോക്കുന്നു. അത് ഞാൻ ബലം പിടിച്ച് നിർന്നു, പുറകിൽ കൂടെ തുറക്കാൻ നോക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇവരെ ഒന്ന് തള്ളി മാറ്റി കഴിഞ്ഞിട്ട് പോലീസ് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പോൾ എന്നെ ഉള്ളിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഇവർ ഗ്രില്ല് തുറക്കാൻ വേണ്ടി നോക്കുന്നു. ഗ്രില്ല് ലോക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ലോക്കപ്പിലാക്കുന്നു. ലോക്കപ്പിലാക്കിയിട്ട് ലോക്കപ്പ് അങ്ങ് ലോക്ക് ചെയ്തു. ലോക്കപ്പിനകത്ത് കയറാൻ പറ്റത്തില്ല, ഗ്രില്ല് ലോക്ക് ചെയ്യാൻ സമയം കിട്ടത്തില്ല.
അപ്പം ഇവന്മാരുടെ ഗുണ്ടാവിളയാട്ടം, ഒരു മാഫിയ രാജ്, അത് അവിടുത്തെ CCTV പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം എന്നെ ലോക്കപ്പിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ മറ്റൊരു പുറത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഗ്രില്ലിൽ ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറണം എന്നുള്ളൊരു സ്ത്രീ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി വീട്ടിൽ നിന്നല്ല ആരും ഇത് പറഞ്ഞ് വന്നോ എന്ന് കരുതി. അത്രയും സ്നേഹത്തെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ ആണ് വരുന്നത്. വന്ന് അപ്പം ഞാനിങ്ങനെ ഇരിക്കുക ലോക്കപ്പിനകത്ത്. ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. രാഹുലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ രാത്രി ശ്രീനാദേവി കുഞ്ഞമ്മ പിന്നെ എന്നോട് ചോദിച്ചു, ചേട്ടാ സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സുഖമാണെന്ന് പറഞ്ഞു. രാജൻ ജോസഫ് പറഞ്ഞതുപോലെ ലോക്കപ്പിലിരുന്നുകൊണ്ട് വെല്ലുവിളിച്ചു എന്നൊക്കെ പറയുന്നത് നുണയാണെന്ന് ശ്രീനാദേവി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീക്കുറ്റിയുടെ ഒരു കമൻറ്റിലേക്ക് പോയിട്ട് വേണം എൻ്റെ നിഗമനത്തിലേക്ക് പോവാൻ. വിനോദ് പോൾ മങ്കിടി ഇങ്ങനെ എഴുതുന്നു: ഇടതുപക്ഷത്തിനെതിരെയും മുൻ മുഖ്യമന്ത്രിക്കെതിരെയും ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് സഖാക്കൾ ഒരു പെറ്റി കേസെങ്കിലും എടുപ്പിക്കാൻ പറ്റിയോ മറുനാടനെതിരെ? ശ്രീനാദേവി കുഞ്ഞമ്മ കേസ് കൊടുത്ത് രാജൻ ജോസഫിനെ അകത്തിടിച്ചുവെങ്കിൽ അത് അവരുടെയും ഷാഫി മാങ്കൂട്ടത്തിൻ്റെയും വിമർശിച്ചതിൻ്റെ പേരിലാണ്. ഇതേ നിയമത്തിൻ്റെ വഴിയിൽ CPM പോകാവുന്നതേ ഉള്ളൂ മറുനാടനെ പൊട്ടിക്കാൻ. അൻവർ കാണിച്ച പോലെ പൊട്ടത്തരം കാണിക്കാതെ നിയമത്തിൻ്റെ വഴിക്ക് പോയാൽ കൃത്യമായി മറുനാടൻ്റെ ഈ ഭാഷാശൈലിയും നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനടിയിൽ കുറേയധികം മറുനാടൻ കമൻറ്റുകളുണ്ട്. ഈ സഖാക്കൾ അറിയേണ്ടതും രാജൻ ജോസഫ് അറിയേണ്ടതുമായ 2-3 കാര്യങ്ങൾ പറയാം. ആദ്യത്തേത്, മറുനാടൻ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്, വിമർശിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയനെയും CPM നേതാക്കളെയുമാണ്. അവർ ചെയ്തിരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. അത് പറയാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെയോ ഷാഫി പറമ്പലിനെയോ വിമർശിച്ചതിനെ രാജൻ ജോസഫിനെതിരെ കേസെടുത്തിട്ടില്ല. എന്നാൽ കേസെടുത്തത് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയെയും ഒക്കെ അധിക്ഷേപിച്ചതിനാണ്. നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്ന തരത്തിലാണ്. സ്ത്രീകളെക്കുറിച്ച് അശ്ലീല വാക്കുകൾ പറയുന്നത്, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ മോശമായി ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതൊക്കെ നിയമവിരുദ്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തെയോ പിണറായി വിജയനോ വിമർശിക്കുന്നത് പോലല്ല ശ്രീനാദേവി കുഞ്ഞമ്മയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയോ വിമർശിക്കുന്നത്. സ്ത്രീകളെക്കുറിച്ച് വിമർശിക്കാം, രാഷ്ട്രീയം പറയാം, എന്നാൽ അവരുടെ സ്ത്രീത്വത്തെ, അവരുടെ സ്വകാര്യതയെ നശിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കാൻ നോക്കരുത്. ഇവിടെ രാജൻ ജോസഫ് ക്രൈം ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, അവിവാഹിതയായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്. കള്ളം മാത്രമല്ല, അശ്ലീലമായ ഒരു സ്ത്രീയെ സൂചിപ്പിച്ച് പറയുന്നതൊക്കെ നിയമവിരുദ്ധമാണ്. ഇന്നേ വരെ ഒരു സ്ത്രീയെക്കുറിച്ചും അശ്ലീല സൂചനയോടെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ പഠിച്ച മാധ്യമ പ്രവർത്തനം. എന്നിട്ടും പിണറായിയുടെ പോലീസ് 100-ലേറെ കേസുകളാണ് എനിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. ആ കേസുകളൊന്നും നിയമപരമായി നിലനിൽക്കാത്തത് കൊണ്ടാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. ഇവിടെ രാജനും ജാമ്യം കിട്ടിയെന്ന് മറന്നാണ് സഖാക്കൾ ഈ ഡയലോഗ് അടിക്കുന്നത്. രാജൻ ജോസഫ് അഴിമതിക്കാരനാണെന്ന് ഞാനിപ്പോഴും പറയില്ല. പക്ഷെ നിയമം മനസ്സിലാക്കാതെ സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഇറങ്ങിയാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഈ ഒരു കേസിൽ ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല രാജൻ ജോസഫിൻ്റെ ദുർവിധി. ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ രാജനെതിരെ വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. വിമർശനം എത്ര കടുത്ത ഭാഷയിലുമാകാം. എന്നാൽ നിയമം എന്താണെന്ന് മനസ്സിലാക്കി ആ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. രാജൻ ഇനിയെങ്കിലും സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നതും അശ്ലീല അർത്ഥം വരുന്നതുമായ രീതി ഉപേക്ഷിക്കുമെന്ന് വിശ്വസിക്കട്ടെ.